ദൗത്യം എന്ന് പറയുന്നത് 3.5 കോടി മലയാളികളെ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി പിടികൂടിയിട്ടുള്ള പിണറായി എന്ന ദുർഭൂതത്തെ അടുത്ത 100 ദിവസത്തിനുള്ളിൽ ഉച്ചാടനം ചെയ്യുക എന്നുള്ള കർത്തവ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഉച്ചാടനം ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഞങ്ങൾക്ക് ഇന്നിപ്പോ മകരവിളക്കാണ്, വിശ്വാസികളാണ്. വല്ലാത്ത വേദനയോട് കൂടിയിട്ടാണ് ഈ ശബരിമലയിലെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാന് ഈ ശബരിമലയിൽ സ്വർണ്ണപ്പാളി മോഷണം നടന്ന് ഏറ്റവും ആദ്യം പത്തനംതിട്ടയിൽ അതുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭം നടത്തി പിണറായി വിജയന്റെ പോലീസ് പിടിച്ച് 10 ദിവസം ജയിലിട്ട ഒരാളാണ് ഞാൻ. 10 ദിവസം ജയിലിലായിരുന്നു. കേവലം അയ്യപ്പ വിശ്വാസികളെ മാത്രമല്ല, ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും അങ്ങേയറ്റ ഹൃദയവേദന ഉണ്ടായിട്ടുണ്ട് ശബരിമലയുടെ കാര്യങ്ങൾ. ആ ഹൃദയവേദനയുടെ ബഹിർസ്ഫുരണം എല്ലാ വിഭാഗം ജനങ്ങളിലും, സമസ്ത വിഭാഗം ജനങ്ങളിലും നമ്മൾ കണ്ടു. അങ്ങനെയാണ് മലപ്പുറത്തെ കുട്ടികൾ ഒരു പാട്ട് എഴുതിയത്. പോറ്റിയെ കേറ്റിയത് ആരപ്പ, സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ. അല്ലേ? എല്ലാവരും ആ പാട്ട് ഏറ്റുപാടി. ആ പാട്ട് കേൾക്കുമ്പോ സഖാക്കൾക്ക് ഇങ്ങനെ എന്താ പറയാ, ഈ സ്പെയിനിലുണ്ട് കാളപ്പൊരി, ചോപ്പ് കണ്ടാൽ കാളയ്ക്ക് ഇങ്ങനെ ഭ്രാന്തളകെന്ന് പറയുന്ന പോലെ ഈ പാട്ട് കേട്ടാൽ സഖാക്കൾ ചെവി ഇങ്ങനെ അടച്ചു പിടിക്കുക. ഓരോ കിലോ പഞ്ഞ് വാങ്ങിയിട്ട് ഞങ്ങളുടെ നാട്ടിലെ സെക്രട്ടറിമാരൊക്കെ, ലോക്കൽ സെക്രട്ടറിമാരൊക്കെ കാതടച്ചു വെക്കുന്നത് ഈ പാട്ട് കേട്ടാൽ. വാശിക്ക് നമ്മുടെ കുട്ടികളെ കൂടുതൽ സൗണ്ടിൽ പിന്നെ ആ പാട്ട് വയ്ക്കും. അതാണ് അവസ്ഥ. നോക്കൂ, ആ പാട്ടിനെ എങ്ങനെയാ അവർ വ്യാഖ്യാനിച്ചത്? പാട്ടിനെതിരെ കേസെടുത്തു. അപ്പോഴാണ് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചത് പാട്ട് എഴുതിയത് മലപ്പുറം ജില്ലയിലെ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള, മുസ്ലിങ്ങളായിട്ടുള്ള 3-4 കുട്ടികളാണ് അതിന്റെ പുറകിൽ എന്ന് CPM ഗവേഷണം നടത്തി കണ്ടെത്തി. എന്നിട്ട് അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചു. അവിടെ CPM ശബരിമലയുടെ ചരിത്രം അറിയേണ്ടത് നിനക്ക് ഇതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കും മുമ്പ് അയ്യപ്പനൊരു പ്രശ്നം വന്നാൽ സംരക്ഷിക്കാൻ വാവരുണ്ടാകും എന്ന ചരിത്രബോധമെങ്കിലും ഈ CPM വേണ്ടേ? മുസ്ലിം കുട്ടികൾ പാട്ടെഴുതിയെങ്കിൽ എന്താ കുഴപ്പമുള്ളത്? അത് ശബരിമലയുടെ പാരമ്പര്യമാണ്, കേരളത്തിന്റെ പാരമ്പര്യമാണ്. അങ്ങനെ മതവിശ്വാസം പറഞ്ഞ് മാറി നിൽക്കൊന്നുമില്ല. അടുത്ത വീട്ടിലൊരുത്തിന് പ്രശ്നം വന്നാൽ ചോദിക്കാൻ ഹിന്ദു മുസ്ലിം ഒക്കെ പരസ്പരം സഹായിക്കുന്ന നാടിന്റെ പേരാണ് കേരളം. അത് നിങ്ങളായിട്ട് മാറ്റാൻ നിൽക്കണ്ട. RSSന് വേണ്ടിയിട്ടുള്ള വിടുപണി എടുക്കണ്ട, BJPക്ക് വേണ്ടിയിട്ടുള്ള പണിയെടുക്കണ്ട. അതപ്പം എടുത്തുകൊണ്ടിരിക്കുന്നത്.